പക്ഷെ വേറെ കാര്യം വളർന്നു വരുന്ന നല്ല ക്രിക്കറ്റ് കളിക്കാർക്ക് ഇനിഷ്യേറ്റീവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് വല്ല അവസരം രാജസ്ഥാൻ റോയൽസ് ക്രിക്കറ്റ് ടീമിലോ ഞാൻ നന്നായിട്ട് ബോൾ ചെയ്യും, ബാറ്റ് ചെയ്യും. He's actually doing a recommendation. He's a good player. Kindly give him a chance in Rajasthan Royals. अच्छा बात करेगा, वो भी करेगा, विकेट कीपर भी करेगा, सब कुछ करेगा. ഇപ്പൊ വെള്ളമായിട്ട് കിടക്കണമെങ്കിൽ അതില്ല. ഇന്നലത്തെ രഞ്ജി ട്രോഫി വെച്ച് പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ आपको विकेट भी देगा. स्टॉप लेके എന്റെ വൈഫ് പറഞ്ഞ ടോമാനെ ഉണ്ടോന്നായിരുന്നു. ഹെൽമെറ്റ് എന്നാൽ അത് ഭയങ്കര അഭിമാനമുള്ള ഒരു മൊമെന്റാണ്. ക്രിക്കറ്റ് രഞ്ജി ട്രോഫി ഫൈനൽസിൽ എത്തുന്നു എന്ന് പറയുന്നത് നമ്മുടെ പയ്യന്മാര് കളിച്ച് കളിച്ച അവസാനം ഫൈനലിലെത്തി. ബേസിസ് ഒരു ചോദ്യം, നമ്മളെ കിക്ക് ചെയ്യാൻ പോകുന്ന സിനിമ സ്പോർട്സ് പ്രമേയമായ ഒരു സിനിമയാണ്. അതിനെ പറ്റിയിട്ട് നമുക്കൊരു വിശ്വാസം അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായും എല്ലാ ആശംസകളും നേരുന്നു. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകൾക്കൊക്കെ അതിൻ്റെതായ ഒരു ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന സിനിമകളാണ്. അങ്ങനത്തെ ഒരു ജോണർ വരുന്ന സിനിമ തീർച്ചയായും അത് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഏത് സ്പോർട്ടിനെ ഫേസ് ചെയ്തിട്ടാണ് എനിക്കറിയാം. എല്ലാവർക്കും എല്ലാ ആശംസകളും. ഇതിലാണ് സഞ്ജു, വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. സഞ്ജുവിന്റെ ഒരു ഏറ്റവും പുതിയ ഇനീഷ്യേറ്റീവാണ് റാഫേൽ അക്കാദമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് ബൈ സഞ്ജു സാംസൺ എന്നുള്ള ഇനീഷ്യേറ്റീവ്. ഇനി വളർന്നു വരുന്നത് നമ്മുടെ താരങ്ങൾക്കൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രെയിനിങ്ങുകളും അവസരങ്ങളും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ സഞ്ജു നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംസാരിച്ചെടുക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അതിന്റെ ഭാഗമായിട്ട് നിൽക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് സന്തോഷം. ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഗിവിംഗ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൂടെ വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അത് അദ്ദേഹം വളരെ വിഷനോടെ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ ഈ വിഷയത്തിന് എനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം റാഫേലേട്ടൻ്റെ ഫിലിം സിറ്റി, CD പാർക്ക്, മറ്റ് ഇനീഷ്യേറ്റീവ്സ് എല്ലാത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടി നന്ദി. ഈ ഒരു വേദി ഇവിടെ ലഭിച്ചതിൽ സമയം നിർവഹിക്കാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടൊപ്പം വേദി ഉൾക്കൊള്ളാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും സുഖമല്ലേ? ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സോ മച്ച്.